19-ാം നൂറ്റാണ്ട് ആരംഭത്തിലെ കേരളത്തിൻ്റെ ഈ സമൂഹം, കേരളീയ സമൂഹം എന്ന് പറയുന്നത് ജാതി അടിസ്ഥാനത്തിലുള്ളതായിരുന്നു. അപ്പോൾ അന്ന് ഈ വിദ്യാഭ്യാസം ചെയ്യാൻ എല്ലാവർക്കും ഒന്നിച്ചു കൂടാനുള്ള അവസരമൊന്നും ഉണ്ടായിരുന്നില്ല. അയിത്തമൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ടും തൊട്ടുകൂടായ്മ ഉണ്ടായതുകൊണ്ടും ഒക്കെ. പക്ഷേ ആ കാലത്തെ ഈ അയിത്തവും തൊട്ടുകൂടായ്മയും ഇവിടെ അങ്ങനെ ശക്തമായിട്ട് നിലനിന്നിരുന്ന കാലത്ത് എല്ലാവർക്കും വിദ്യാഭ്യാസം ചെയ്യാം എന്നുള്ള ഒരു ചിന്താഗതി ഇവിടെ കൊണ്ടുവരാൻ വേണ്ടി, ഇവിടെ പ്രചരിപ്പിക്കാൻ വേണ്ടി മൺട്രോ മുന്നിട്ടിറങ്ങിയത് അദ്ദേഹത്തിൻ്റെ ദൂരവീക്ഷണം. അദ്ദേഹം അതുകൊണ്ട് ആദ്യം സുറിയാനി ക്രിസ്ത്യാനികളുടെ ഉദ്ധാരണത്തിന് വേണ്ടിയാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഈ കോളേജിൻ്റെ വാതിലുകൾ ഏത് ജാതിക്കാരന് വേണമെങ്കിലും പ്രവേശിക്കത്തക്ക വിധം തുറന്നിടും എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഒന്നിച്ചിരുന്ന് പഠിക്കാനൊന്നും പറ്റത്തില്ല. കാരണം അയിത്തവും മറ്റുമൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് ജാതികളന്ന് എല്ലാ ജാതിക്കാരും കൂടി കലരുന്ന ഒരു സമ്പ്രദായം ഇല്ലായിരുന്നു. കാരണം അൺടച്ചബിലിറ്റി ഉണ്ടായിരുന്നു. ബ്രാഹ്മണനിൽ നിന്ന് ഇത്ര അടി മാറി നിൽക്കണം, ക്ഷത്രിയനിൽ നിന്ന് ഇത്ര അടി മാറി നിൽക്കണം, നായരിൽ നിന്ന് 24 അടി മാറി നിൽക്കണം, ഈഴവന് അതിൽ നിന്ന് 64 അടി മാറി നിൽക്കണം, പുലയനെന്നൊക്കെയുള്ള വ്യവസ്ഥാപിതമായിട്ട് അലംഘ്യമായിട്ട് ഉണ്ടായിരുന്നു. അത് ലംഘിക്കുന്നവരെ അന്നേരെ കൊല്ലുക, അല്ലെങ്കിൽ ചാട്ടവാറടി മുക്കാലിയിൽ കെട്ടി അടിക്കുകയൊക്കെ ചെയ്യും. പക്ഷെ താഴെയുള്ളവനെ കൊല്ലുന്നതിന് ആരും ഒന്നും ചോദ്യം ചെയ്യല്ല. ഈ പാവപ്പെട്ട ആളുകളെ മൃഗങ്ങളെ പോലെ ഒന്ന് കൊല്ലുമായിരുന്നു, ആരും ചോദ്യം ചെയ്യാനില്ല. അങ്ങനെയുള്ള ഒരു അപരിഷ്കൃതമായ കാലഘട്ടത്തിലാണ് ഈ മൺട്രോയുടെ വരുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രത്യേകിച്ചുള്ള അദ്ദേഹത്തിൻ്റെ താല്പര്യം സുറിയാനി ക്രിസ്ത്യാനികളോടായിരുന്നുവെങ്കിലും ക്രിസ്ത്യാനികൾ മാത്രമേ ഈ കലാലയത്തിൽ പഠിക്കാവുന്ന അദ്ദേഹം പറഞ്ഞില്ലല്ലോ. അപ്പോൾ ആർക്ക് വേണം അതാണ് അദ്ദേഹം പറഞ്ഞത്, ഈ കലാലയത്തിൻ്റെ വാതിലുകൾ ആർക്ക് വേണമെങ്കിലും പ്രവേശിക്കത്തക്ക വിധം തുറന്നിടും എന്ന് പറഞ്ഞത്. അത് സംഭവിച്ചു. അനേകർ ഇവിടെ പഠിച്ചു. നമ്മുടെ KR നാരായണൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഇന്ത്യൻ പ്രസിഡൻ്റായി തീർന്നതിൻ്റെ ഒരു കാരണം ഈ കോളേജിൽ പഠിച്ചതാണ്. അദ്ദേഹം പറഞ്ഞു, എനിക്ക് ഫീസ് കൊടുക്കാൻ നിവൃത്തിയില്ലായിരുന്നു. അപ്പോൾ അന്നത്തെ പ്രിൻസിപ്പലായിരുന്നു സാഹിബ് പറഞ്ഞു, നീ ഫീസ് തരണ്ട, പഠിച്ചോളാൻ പറഞ്ഞു. അദ്ദേഹം പലതവണ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള മഹൽ വ്യക്തികളെ, പിന്നെ അനേകം മഹൽ വ്യക്തികൾ പഠിക്കാനായിട്ട് കാരണം ഈ കോളേജ് ഇവിടെ ഉണ്ടായതാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അതാണ് ഈ കോളേജിൻ്റെ മഹത്വം.